നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ആർത്തുപെയ്ത് കാലവർഷം. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. ഭാരതപ്പുഴയിൽ കുത്തൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് പട്ടാമ്പി പാലം താൽക്കാലികമായി അടച്ചു. തിമിർത്ത് പെയ്ത മഴയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. വെള്ളം കയറിയ പ്രദേശങ്ങളിലെ താമസക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നു. വടക്കാഞ്ചേരി അകമലയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചു. നിലമ്പതി പാലം മുങ്ങിയതിനെ തുടർന്ന് മലമ്പുഴയിലേക്കുള്ള വിനോദസഞ്ചാരികളെ നിരോധിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പുരോഗതിയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമമെന്ന് മന്ത്രി OR കേളു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ പദ്ധതികൾ ഭൂരിഭാഗവും വ്യക്തിഗതമാണെന്നും അവ കൃത്യസമയത്ത് ആവശ്യക്കാരിൽ എത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം ആവശ്യപ്പെട്ട് ആം ആദ്മി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം. കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ഡൽഹിയിൽ തോൽപ്പിക്കാൻ കഴിയില്ലെന്നറിഞ്ഞ പ്രധാനമന്ത്രി കെജ്രിവാളിനെ ജയിലിലാക്കി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രവർത്തകർ. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നു. പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. മേഖലയിൽ വീടുകൾക്ക് മുകളിൽ മരം കടപുഴകി വീണ് വ്യാപക നാശനഷ്ടം. മഴ തീവ്രമായതിനെ തുടർന്ന് ജില്ലയിലെ വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി ഉയർത്തി. മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശം. കനത്ത മഴയെ തുടർന്ന് തൃശൂർ വടക്കാഞ്ചേരിയിൽ വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കുമ്പളങ്ങാട് റോഡിലെ ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള 4 വീടുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വടക്കാഞ്ചേരിയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പാടം പൂർണ്ണമായും മുങ്ങി. വടക്കാഞ്ചേരി ടൗണിനോട് ചേർന്നുള്ള ചാലിപ്പാടം, ഡിവൈൻ ആശുപത്രി, സ്കൂൾ ഗ്രൗണ്ട്, മാരാത്തുകുന്ന്, പുല്ലാനിക്കാട്, കുമരനെല്ലൂർ, മംഗലം, കല്ലംകൊണ്ട് എന്നീ പ്രദേശങ്ങളിൽ വെള്ളം കയറി. സ്ഥലത്ത് റവന്യൂ വകുപ്പ് അധികൃതർ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തൃശൂർ ജില്ലയിലെ പീച്ചി, വാഴാനി, പെരിങ്ങൽകൊത്ത്, പൂമല, അസുരൻകുണ്ട്, പത്താഴക്കുണ്ട് ഡാമുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. പീച്ചി ഡാമിന്റെ 4 സെപ്പിൽവേ ഷട്ടറുകൾ 145 സെന്റിമീറ്റർ വീതം തുറന്നിട്ടുള്ളതാണ്. മഴ തീവ്രമായതിനെ തുടർന്ന് ഘട്ടം ഘട്ടമായാണ് ഷട്ടറുകൾ ഉയർത്തിയത്. പൂമല ഡാമിന്റെ 4 ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതവും വാഴാനി ഡാമിന്റെ 4 ഷട്ടറുകൾ 70 സെന്റിമീറ്റർ വീതവുമാണ് തുറന്നിട്ടുള്ളത്. പെരിങ്ങൽകൊത്ത് ഡാമിന്റെ 7 ഷട്ടറുകളും ഒരു സ്ലൂസ് ഗേറ്റും തുറന്നിട്ടുണ്ട്. മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും എല്ലാവരും ക്യാമ്പിലേക്ക് മാറണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ മണലിപ്പുഴയോട് ചേർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി തുടങ്ങി. നടത്തറ, പുത്തൂർ പഞ്ചായത്തുകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നുമുള്ള വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങി. പീച്ചിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 232 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി മേഖലയിൽ തിമിർത്ത് പെയ്ത കാലവർഷം. ഭാരതപ്പുഴയിലെ ശക്തമായ കുത്തൊഴുക്കിനെ തുടർന്ന് പട്ടാമ്പി പാലം താൽക്കാലികമായി അടച്ചു. വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. ഭാരതപ്പുഴയിലെ ശക്തമായ കുത്തൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്നാണ് പട്ടാമ്പി പാലം അടച്ചത്. റവന്യൂ വകുപ്പ് തഹസീൽദാർ ബിന്ദു, നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച ശേഷമാണ് പാലമടയ്ക്കാനുള്ള നടപടി സ്വീകരിച്ചത്. പുഴ കരകവിഞ്ഞ് റോഡിൽ വെള്ളം കയറി പട്ടാമ്പി, കീഴായൂർ, നമ്പ്രം പ്രദേശം ഒറ്റപ്പെട്ടു. വെള്ളം കയറിയതിനെ തുടർന്ന് ഗ്രീൻ പാർക്ക്, നമ്പ്രം മേഖലകളിലെ ജനങ്ങളെ പട്ടാമ്പി സർക്കാർ ഹൈസ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനുള്ള പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നമ്മളൊരു ക്യാമ്പ് സജ്ജമാക്കിയിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ അത് തുറന്ന് പ്രവർത്തിച്ച് എല്ലാ സഹായങ്ങളും ജനങ്ങൾക്ക് നൽകുന്നതാണ്. വാടാനംകുശി മേഖലയിൽ റോഡുകളിലും വയലുകളിലും വെള്ളം നിറഞ്ഞിട്ടുണ്ട്. പ്രദേശത്ത് ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കനത്ത മഴയിൽ പാലക്കാട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. മംഗലം ഡാമിൽ ഉരുൾപൊട്ടി. അതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിച്ചു. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ ഗതാഗതം സ്തംഭിച്ചു. മഴ ശക്തമായ സാഹചര്യത്തിൽ മലമ്പുഴയിലേക്കുള്ള വിനോദസഞ്ചാരികളെ നിരോധിച്ചിട്ടുണ്ട്. റോഡിലെ വെള്ളക്കെട്ടും കുഴികളും മൂലം മലമ്പുഴ ഭാഗത്തെ കവ, അകമലവാരം, എലിവാൽ പ്രദേശത്തിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. കടുക്കാംകുന്നം, ചപ്പാത്ത് കരകവിഞ്ഞതോടെ മലമ്പുഴയിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ മഴയിൽ കടുക്കാംകുന്നം മുക്കേപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് നിലമ്പതി പാലം മുങ്ങി. മലമ്പുഴയിലേക്കുള്ള വിനോദസഞ്ചാരികളെ നിരോധിച്ചതായി മലമ്പുഴ CI സുജിത്ത് അറിയിച്ചു. ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സന്ദർശകർക്കുള്ള വിലക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം ആ ഭാഗത്ത് തെക്കേ മലമ്പുഴ, അതുപോലെ തന്നെ ആനക്കല്ല്, കവ ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളത്തിൻ്റെ ഉയർച്ച കൂടി വരികയാണ്.
അതിനൊപ്പം തന്നെ ഈ മുക്കൈ പാലത്തിൻ്റെ ഭാഗത്ത് ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് കൂടിയുള്ള വാഹനങ്ങളെ ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. മംഗലം ഡാമിലെ ഉരുൾപൊട്ടലിൽ ആളപായമില്ലെങ്കിലും കനത്ത നാശനഷ്ടമുണ്ടായി. വടവന്നൂർ ആലമ്പള്ളം ചൊപ്പാത്ത് കരകവിഞ്ഞതോടെ 15 വീടുകളിലെ 50ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ എല്ലാ ചാപ്പാത്തും നിലമ്പതികളും കരകവിഞ്ഞു. മിക്കയിടങ്ങളിലും റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ പോലീസ് ബാരിക്കേഡ് വെച്ച് ഗതാഗതം നിരോധിച്ചു. മിക്കയിടത്തും ബസ് സർവീസ് ഉൾപ്പെടെ ഗതാഗതം നിർത്തിവെക്കുകയും താൽക്കാലികമായി നിരോധിക്കുകയും ചെയ്തു. കൊല്ലങ്കോട്, പാലക്കാട്, നെന്മാറ, പല്ലാവൂർ, കുനിശ്ശേരി, പല്ലശ്ശന, കുനിശ്ശേരി തുടങ്ങിയ ദേശങ്ങളിലേക്കുള്ള റോഡുകൾ വെള്ളത്തിൽ മുങ്ങി. വെള്ളക്കെട്ട് രൂപപ്പെട്ട റോഡിന് സമീപത്ത് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത കാറ്റിൽ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾക്കും വൈദ്യുതി ഉപകരണങ്ങൾക്കും തകരാർ സംഭവിച്ചത് മിക്കയിടങ്ങളിലും KCB ബന്ധം ഇല്ലാതായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഏറ്റവും താഴെത്തട്ടിലുള്ളവരുടെ ഉന്നമനം ഉറപ്പുവരുത്തിയാൽ മാത്രമേ സമൂഹ പുരോഗതിയുണ്ടാകൂവെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. 2021-22 വർഷത്തിൽ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ പറളി പഞ്ചായത്തിലെ ദേവസ്വം പറമ്പ്, ചേങ്ങോട്, വലിയ പറമ്പ് സമഗ്ര വികസന പദ്ധതികൾ പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ മാറ്റി നിർത്തി ഒരു വികസനവും സാധ്യമല്ല. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ പുരോഗതിയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടുണ്ട്. വിദ്യാഭ്യാസ പുരോഗതിക്കാണ് വകുപ്പ് കൂടുതൽ പരിഗണന നൽകുന്നത്. സിവിൽ സർവീസസ് ഉൾപ്പെടെ ഏത് ഉന്നത പഠനത്തിനുമുള്ള സൗകര്യം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അവ പ്രയോജനപ്പെടുത്താനാകണം. വിദ്യാഭ്യാസവും അതിലൂടെ ജോലിയും ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. അതാണ് നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു നിശ്ചയദാർഢ്യം വേണം. ശക്തമായിട്ടുള്ള ജനപ്രതിനിധികളും അതിന് പിന്തുണ കൊടുക്കുന്ന ജനങ്ങളും ഒപ്പമുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കും. സങ്കീർണമായിട്ടുള്ള വിഷയമാണ് നിങ്ങളുടെ പാലക്കാട് മെഡിക്കൽ കോളേജ്. എല്ലാവരും ഈ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനത് പോയി പരിശോധിച്ചു. ആകെ 10 വർഷം കൊണ്ട് എത്ര വലിയ പുരോഗതിയിലാണ് മെഡിക്കൽ കോളേജ് വന്നിട്ടുള്ളത്. അതിവേഗത്തിൽ ഓരോ മെഡിക്കൽ കോളേജ് ആവണം എങ്കിൽ 30 വർഷം 50 വർഷമൊക്കെ എടുക്കുമ്പോഴാണ് ഒരു മെഡിക്കൽ കോളേജ് ആവുന്നത്. പക്ഷേ ഇത് കേവലം ഒരു 10 വർഷം കൊണ്ട് ഒരുപാട് മുന്നോട്ട് പോയി. അപ്പോൾ അതിനെ അതേ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു പുരോഗതി മനസ്സിലാവാത്ത, ഗൗരവം മനസ്സിലാക്കാത്തത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA അധ്യക്ഷയായി. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ, പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രേണുകാദേവി, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ സഫ്ദാർ ഷെരീഫ്, EA ബിന്ദു, മോഹൻരാജ്, PC രാജ്, ചെമ്പകവല്ലി, PS മിനേഷ്, VR മാലിനി, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ KS ശ്രീജ, പ്രൊജക്ട് മാനേജർ KK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കനത്ത മഴയിൽ ചെറുതുരുത്തി മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. കനത്ത മഴയെ തുടർന്ന് വടക്കാഞ്ചേരി അകമലയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചു. കനത്ത മഴയിൽ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് പല തീവണ്ടികളും വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടു. ഇതേ തുടർന്ന് യാത്രക്കാർ പ്രതിസന്ധിയിലായി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പയങ്കുളം റോഡ് 1-ാം മൈലിന് സമീപം ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം കയറുകയും സമീപത്തുള്ള ഇറിഗേഷന്റെ കനാലിൽ നിന്നുള്ള വെള്ളം വന്നതിനെ തുടർന്ന് സമീപത്ത് താമസിക്കുന്ന പ്രദേശവാസികളുടെ വീടുകളിലേക്ക് വെള്ളം കയറിയതിനാൽ ഈ വീട്ടുകാരെ സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പയങ്കുളം റെയിൽവേ ഗേറ്റിനു സമീപം റോഡിലേക്ക് വെള്ളം കയറിയതിനാൽ ഗതാഗതവും തടസ്സപ്പെട്ടു. വാഹനയാത്രക്കാരെ വെട്ടിക്കാട്ടിരി അത്തിക്കപ്പറമ്പ് വഴിയാണ് ഷൊർണൂരിലേക്കും ചേലക്കരയിലേക്കും തിരിച്ചുവിട്ടത്. 1-ാം മൈലിന് സമീപം താമസിക്കുന്ന ഹോമിയോപ്പതി ഡോക്ടർ അബ്ദുൾ റഹ്മാന്റെ വീടിന് സമീപമുള്ള വലിയ മതിൽ പാടത്തേക്ക് ഇടിഞ്ഞു വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. മുള്ളൂർക്കര ടൗണിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലുള്ള കടകളിലേക്കും വെള്ളം എത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള സർക്കാർ LP സ്കൂളിലാണ് ചൊവ്വാഴ്ച 11-ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്നത്. ദേശമംഗലം പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പാൽ സൊസൈറ്റിയിലും വെള്ളം കയറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കനത്ത മഴയിൽ ഷൊർണൂരിൽ വീട് തകർന്നു. ഷൊർണൂർ മഞ്ഞക്കാട് സ്വദേശി രാജേഷ് പോളിന്റെ വീടാണ് തകർന്നത്. വീടിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും തകർന്നു വീണു. അപകട സമയത്ത് വീട്ടിലാരുമില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. ബാലസംഘം വാടാനംകുറിശി വില്ലേജ് സമ്മേളനം നടന്നു. പൊയിലൂർ ALPSൽ സംഘടിപ്പിച്ച സമ്മേളനം ബാലസംഘം പട്ടാമ്പി ഏരിയ പ്രസിഡന്റ് ഋതുജ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ വില്ലേജ് പ്രസിഡന്റ് പവിത്ര വിജയൻ അധ്യക്ഷയായി. ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം PP സുബ്രഹ്മണ്യൻ, വില്ലേജ് സെക്രട്ടറി അശ്വതി, ഏരിയ കൺവീനർ TV ഗിരീഷ്,
ഏരിയ കമ്മിറ്റി അംഗം പി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ രാജൻ കുരുത്തോലക്കുന്ന് സ്വാഗതവും ഫിഡൽ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഫിഡൽ ചന്ദ്രനെയും സെക്രട്ടറിയായി അശ്വതിയെയും കൺവീനറായി രാജൻ കുരുത്തോലക്കുന്നിനെയും കോർഡിനേറ്ററായി പവിത്ര വിജയനെയും അക്കാദമിക് കൺവീനറായി പ്രീനയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി നഗരസഭയിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി നഗരസഭാതല ശില്പശാല സംഘടിപ്പിച്ചു. ഇതിനായി നമുക്ക് നമ്മുടെ എല്ലാ മേഖലയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ശില്പശാല നടത്തുന്നത്. നമുക്കറിയാം, പട്ടാമ്പി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മാലിന്യമുക്തം തന്നെയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പട്ടാമ്പി ടൗൺ ഇന്ന് വളരെ വൃത്തിയോട് മറ്റു മേഖലകളിലെല്ലാം തന്നെ വളരെ മാലിന്യം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇന്നത്. പട്ടാമ്പി നഗരസഭാ ഹാളിൽ നടന്ന ശില്പശാലയിൽ വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് MT ചെയർപേഴ്സൺ KT റുക്കിയ സ്വാഗതം പറഞ്ഞു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് MT ചെയർപേഴ്സൺ, മുനിസിപ്പൽ സെക്രട്ടറി, ക്ലീൻ സിറ്റി മാനേജർ, മറ്റു കൗൺസിലർമാർ, AD ഓഫീസർ രാംദാസ്, കില കോർഡിനേറ്റർമാർ ഗോപാലകൃഷ്ണൻ, കല്യാണകൃഷ്ണൻ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഷെരീഫ്, KFWMP ജില്ലാ പ്രതിനിധി സീന തുടങ്ങിയവർ സന്നിഹിതരായി. കൂടാതെ ഹരിതകർമ്മസേന അംഗങ്ങൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ആശാ ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം. ആം ആദ്മി പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് T വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഡൽഹി സർക്കാരിന്റെ അധികാരങ്ങൾ ഓർഡിനൻസിലൂടെ കവർന്നെടുത്ത മോദി സർക്കാർ ഡൽഹിയിലെ സാധാരണക്കാരുടെ ജീവിതം വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്നും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായ അപകടം. കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ഡൽഹിയിൽ തോൽപ്പിക്കാൻ കഴിയില്ലെന്നറിഞ്ഞ നരേന്ദ്രമോദി കെജ്രിവാളിനെ ജയിലിലാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ കക്ഷികളുടെയും നേതൃത്വത്തിൽ കെജ്രിവാളിന്റെ ജയിൽ മോചനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡൽഹിയിൽ നടക്കുന്ന സംയുക്ത പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പാലക്കാട്ടും ഉപവാസ സമരം നടത്തിയത്. അവരുടെ പ്രതീതി മാത്രമാണ്, അവരാണ് ഞാൻ. അപ്പൊ അവരെല്ലാം നിങ്ങൾക്ക് ജയിലിൽ വെക്കാൻ കഴിയുമോ എന്നാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ക്ഷേമരാഷ്ട്രം എങ്ങനെയാണ് ക്ഷേമരാഷ്ട്രം, എങ്ങനെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാരിന് നടപ്പിലാക്കാൻ പറ്റും, അതെല്ലാം അവർ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിന്റെ രുചി ഇവിടുത്തെ സാധാരണക്കാരൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത്തരത്തിൽ ഉള്ള ഒരു ഭരണകൂടത്തെ ഇവിടുത്തെ സാധാരണക്കാരങ്ങൾ കൈവിടുമെന്ന് നരേന്ദ്രമോദി തെറ്റിദ്ധരിച്ചെങ്കിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി. പാലക്കാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജനാർദ്ദനൻ, വൈസ് പ്രസിഡന്റ് പുഷ്പ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദിവാകരൻ, ജില്ലാ കൌൺസിൽ അംഗം ജോഷി ജോർജ്, നിയോജകമണ്ഡലം പ്രസിഡന്റ്മാരായ രാധാകൃഷ്ണൻ, ഷൌക്കത്ത് അലി, ഭാരവാഹികളായ രവി, ഉണ്ണികൃഷ്ണൻ, ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആർത്തുപെയ്ത് കാലവർഷം. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. ഭാരതപ്പുഴയിൽ കുത്തൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് പട്ടാമ്പി പാലം താൽക്കാലികമായി അടച്ചു. തിമിർത്ത് പെയ്ത മഴയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. വെള്ളം കയറിയ പ്രദേശങ്ങളിലെ താമസക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നു. വടക്കാഞ്ചേരി അകമലയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചു. നിലമ്പതി പാലം മുങ്ങിയതിനെ തുടർന്ന് മലമ്പുഴയിലേക്കുള്ള വിനോദസഞ്ചാരികളെ നിരോധിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പുരോഗതിയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമമെന്ന് മന്ത്രി OR കേളു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ പദ്ധതികൾ ഭൂരിഭാഗവും വ്യക്തിഗതമാണെന്നും അവ കൃത്യസമയത്ത് ആവശ്യക്കാരിൽ എത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം ആവശ്യപ്പെട്ട് ആം ആദ്മി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം. കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ഡൽഹിയിൽ തോൽപ്പിക്കാൻ കഴിയില്ലെന്നറിഞ്ഞ പ്രധാനമന്ത്രി കെജ്രിവാളിനെ ജയിലിലാക്കി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രവർത്തകർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.